ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയാത്തവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫിറോസ്. ഞാനാണ് ഈ ചാനലിൻ്റെ ക്യാമറ എഡിറ്റിംഗ് മുതലായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സർപ്രൈസ് വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് അത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യം ഇന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാം സാക്ഷിയായിട്ട് എന്ന് കരുതിയാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അത്തി എന്ന് പറഞ്ഞ ആൾ, അതായത് എൻ്റെ ഉപ്പ, മൈ ഫാദർ, അദ്ദേഹം ഇതുവരെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു സാധനവും മേടിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ മാറ്റി വെച്ച് സ്വന്തം കാര്യം എപ്പോഴൊക്കെയോ മറന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സർപ്രൈസായിട്ടൊരു സാധനം മേടിച്ച് കൊടുക്കാൻ പോവുകയാണ്. കുറേ നാളത്തെ ആലോചനയും കുറേ നാളത്തെ സേവിങ്സും എല്ലാം കൂട്ടി വെച്ച് ഒരു സർപ്രൈസ് മേടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇതിന് ഭാഗമാകുക. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തിക്കൊരു വണ്ടിയാണ് മേടിച്ച് കൊടുക്കാൻ പോകുന്നത്. വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും പലർക്കും തോന്നാം ഇതൊരു സർപ്രൈസ് ആണോ എന്ന്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു സർപ്രൈസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തിക്ക് സ്വന്തമായിട്ട് ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു മേടിച്ചോണ്ടിരുന്നത്. അതെല്ലാം മേടിച്ചപ്പോഴും പണിയായിരുന്നു. ഞാൻ വേണേൽ അതിൻ്റെ ഒരു കഥ ചെറുതായിട്ട് പറയാം. അതായത് അത്തി ആദ്യമേ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കവർ എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ കിക്കറിന് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അതിങ്ങനെ ഇട്ട് അടിച്ച് കാല് മുറിഞ്ഞ് ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത്തിക്ക് ഒരു ചേതൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ചരിച്ച് വെച്ച് ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് അത് സെക്കൻഡൊക്കെ എടുത്തതാണ്. അതും ഒരുപാട് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടിയായിരുന്നു. അത് കഴിഞ്ഞൊരു ആക്റ്റീവ എടുത്തു. ആക്റ്റീവയുടെ കളറൊക്കെ കണ്ടപ്പോഴത്തേക്കിനും നല്ലതാണെന്ന് വിചാരിച്ചെങ്കിലും അതിൻ്റെ എൻജിൻ കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മളെ പറ്റിച്ചിട്ട് അത് കുറേ നാൾ കൊണ്ട് നടന്നു. അതിന് ശേഷം വേറൊരു വണ്ടി എടുത്തു, ആക്സസ്. ആ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വെള്ളം കയറിയ വണ്ടിയായിരുന്നു. അതും നമ്മളെ പറ്റിച്ചു. അങ്ങനെ ഒരുപാട് പറ്റിക്കലുകൾക്ക് ശേഷം ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു വണ്ടി വരികയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത്തിയുടെ എക്സ്പ്രഷൻസും അത്തിയുടെ റിയാക്ഷൻസും ഒക്കെ കാണാൻ ഞങ്ങൾക്കും അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനും അളിയനും കൂടാണ് പോയി വണ്ടി എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. വളരെ സീക്രട്ടായിട്ട് ആരും അറിയാതെ അത്തി പുറയും കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും അറിയാതെ ഞങ്ങൾ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നൊന്ന് കാണിച്ചിട്ട് അത്തിയുടെ എക്സ്പ്രഷനും റിയാക്ഷനും ഒക്കെ നോക്കാം. ഇതെല്ലാം വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ പോരും, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഞാനും എൻ്റെ അളിയനും ഞങ്ങൾ രണ്ടുപേരൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്താവുമെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ വണ്ടി എടുത്തൊന്നും വലിയ പരിചയമില്ലാത്തവരാണ് ഞങ്ങൾ രണ്ടുപേരും ഒക്കെ. അപ്പോൾ ഏതായാലും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ നമുക്ക് പോയേക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ തിരുവല്ല സുസുക്കിയുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കാണാം. വണ്ടി ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മളിവിടെ ഇരുന്നപ്പോൾ ആദ്യം ഒരു ഹെൽമെറ്റാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ആദ്യം സുരക്ഷ. ഞങ്ങൾ രണ്ടുപേരും വണ്ടി നോക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വണ്ടി കണ്ടപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതൊരു ഗ്യാരേജ് പോലത്തെയാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കാണിക്കാവേ. ഇവിടെ ഫുള്ള് ഇരുട്ട് കാണത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത്തയാണ് ഇത് അൺബോക്സ് ചെയ്യേണ്ടത്. അത്ത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതൊന്ന് തുറന്ന് നോക്കാം, അല്ലേ അളിയാ? അത്തിനെ അവിടെ ചെന്ന് ഞെട്ടിക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വണ്ടി എടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിലും സീറ്റിൻ്റെ അടിയിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. അച്ചാറിൻ്റെ മാങ്ങ, മറ്റ് മീൻ എല്ലാം അത്തി ചന്തയിൽ പോയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നല്ല സ്പേസ് വേണം വണ്ടിക്ക്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഈ ഒരു കളറാണ് എടുത്തത്. അപ്പോൾ ഈ കളറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പോൾ ഇതാണ് വണ്ടി. ഇനി ഇത് നമുക്ക് അത്തിയുടെ കൈ കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ മേടിക്കാം, ഇങ്ങനെ വേണം. അപ്പോൾ നമുക്ക് താക്കോല് തരികയാണ്. ഇത് അത്തിക്കുള്ള താക്കോല, എന്നാലും ഞാൻ മേടിക്കാം. നമ്മുടെ സ്വന്തം വണ്ടി ഞെട്ടിക്കണം. അതെ. അപ്പോൾ ഞങ്ങൾ സുസുക്കി ഷോറൂമിൽ നിന്ന് വണ്ടിയൊക്കെ കൈപ്പറ്റി. അതെ, ഇനി അത്തയുടെ ഇത് കൊണ്ട് കൊടുത്തിട്ട് റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയണം. അതെ, ഇനി പഴക്കം അറിയാമെന്ന് അറിയത്തില്ല. ഈ പൈസ എല്ലാം തീർത്തെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഏതായാലും. ഇനി അവിടെ ചെന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് തന്നെ അത്തിക്ക് കൊടുത്തേക്കാം.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തിയിട്ടുണ്ട്. അത്തി വാതിക്ക ഉണ്ടോ എന്ന് അറിയത്തില്ല, ഏതായാലും ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് അത്തി അകത്തുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഇത്. ഒന്ന് അല്ലേ ചുമ്മാ നമ്മളങ്ങ് കയറി കവർ ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനായിട്ടാണ്. ഞെട്ടിക്കണ്ടേ? അപ്പോൾ ഉമ്മച്ചി അവിടെ ഇപ്പോൾ ഉമ്മച്ചിക്ക് അറിയാം ഇങ്ങനെ ഒരു സെറ്റപ്പ്. അപ്പോൾ അത്തി എന്ത് ചെയ്യാമേ, ഉറക്കമാണോ? ആ അപ്പോൾ ഉറക്കമാ ഭാഗ്യം. അപ്പോൾ അതെ, ഫ്രണ്ടിലുണ്ടായിരുന്ന പണി പാളിയാനെ. അപ്പോൾ ഏതായാലും ഉറക്കമാന്ന് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി തള്ളി അകത്തോട്ട് കൊണ്ടുവെക്കാം. അവിടെ ഉന്തിക്കൊണ്ട് വരുവാ. ഈ താഴേന്ന് സൗണ്ട് കേൾക്കണ്ടെന്ന് വെച്ച് വണ്ടി നമുക്ക് നടുക്കോട്ട് വെക്കാം. കളിയാ ഇച്ചിരിയുടെ ബാക്കിലോട്ട് വെച്ചേ, ബാക്കിലോട്ട് ഓക്കെ. അപ്പം നമ്മൾ വണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്തീനെ വിളിക്കണം. അത്തി ഉറക്കത്തി കിടക്കും, അത്തിക്ക് അറിയത്തില്ല ഈ ഒരു സെറ്റ്. നമുക്ക് കണ്ണു ഒത്തിക്കൊണ്ടുവരാം. കണ്ണു ഒത്തിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇനി ബാ അതോട്ട് നോക്കാം. ബാ, വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളി വണ്ടിയാ മോനെ. ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്നോട് മാത്രമേ എൻ്റെ മോൻ പറഞ്ഞിട്ടുള്ളൂ. അത്തി അറിഞ്ഞിട്ടില്ല ഈ വണ്ടി എടുക്കുന്നതിന്. ഞാനും എൻ്റെ മോനും പിന്നെ പിള്ളേർക്കും അറിയാം. അത്തിക്ക് മാത്രം ഇതേപ്പറ്റി ഒരു കേൾക്കും ഇല്ല. അത്തി ഉറക്കം ഇല്ല. ഒരു ചിലപ്പോൾ ഞെട്ടുമായിരിക്കും. എന്നാന്ന് വെച്ചാൽ അത്തി പ്രതീക്ഷിക്കാതെ കിട്ടുന്നതല്ലേ, ഒരു സൂചന പോലെ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? നല്ല അടിപൊളി വണ്ടിയല്ലേ, നല്ല വില, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ബാ നമുക്ക് എന്നാ അത്തീനെ വിളിക്കാം. മോൻ പറയല്ലേ അത്തിയുടെ റൂം. അത്തിയേ, അത്തി എണ്ണിച്ചോ? ഒന്ന് തുറക്കാവോ? ഒരു കാര്യമുണ്ട്. ഗുഡ് മോർണിംഗ്. അല്ല, ഒരു കാര്യമുണ്ട് ഇന്ന്. അത്തി കുറെ നാളായിട്ട് പനി പിടിച്ച് കിറങ്ങി കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇത് വന്നേക്കുന്നത് എന്നാന്നറിയോ? ഒരു ചെറിയ സർപ്രൈസായിട്ടാ. ചെറിയല്ല, വലിയ സർപ്രൈസായിട്ട്. സർപ്രൈസ് ആണോ? അതൊന്നും പറയത്തില്ല. വേണേ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ പറയത്തില്ല. വാ, അത്തിനെ കാണിച്ചു തരാം. എടാ പൊന്ന, ഇതൊന്ന് പിടിച്ചാടാ. അല്ലേ വേണ്ട, അത്തിയുടെ ഇവിടെ വൈക്ക് വെച്ചെടുക്കാം. എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തിനെ കാണിക്കാൻ പോവാണേ. എന്നാലേ ക്യാമറമാൻ ഫ്രണ്ടിലോട്ട് പോ. ഇറങ്ങിക്കോ. സ്റ്റെപ്പുണ്ടേ, നോക്കി. അപ്പൊ റെഡി. ഞങ്ങള് അത്തിക്ക് കയറുന്ന ഒരു സ്നേഹ സമ്മാനമാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്കറിയാമായിരുന്നു ഈ സംഗതി. പക്ഷേ ഫിറോസ് മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എസ്സിച്ചാടെ പറഞ്ഞു, എസ്സിച്ചായ്ക്ക് ഫിറോസ് മോൻ മേടിച്ചു തന്ന വണ്ടിയാ. എനിക്കോ? എനിക്ക് വണ്ടി ഉണ്ടല്ലോ. അത് പഴയ വണ്ടി. വണ്ടി കാണിച്ചു തരാം. എടാ, എന്നിട്ട് ഇത്രേ നാളായിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. അതാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. ഈ സാധനം മേടിക്കുന്നോ അല്ല എവിടെ പോകുന്നതുണ്ട്, ഇത് മേടിക്കാനാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ ആടാവാനുള്ള കിടപ്പായിരുന്നു. വണ്ടി സുസുക്കി ആക്സസ് ഇനി 125. പഴയ വണ്ടി ഉപയോഗിച്ച് മോനൊരു സങ്കടം. അതെ, എന്താണെന്നറിയോ? അത്തിയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് എപ്പോഴും വഴി കിടക്കും. കാര്യം കംപ്ലൈൻറ്റാ, ഫുൾ കംപ്ലൈൻറ്റാ. അതിൻ്റെ എഞ്ചിൻ പണിയൊക്കെ കഴിഞ്ഞാണേലും വീണ്ടും കംപ്ലൈൻറ്റാ. കയറിയിരുന്നേ, പുത്തമ്മണ്ടിയിലൊക്കെ കയറി ഇരിക്കാനേ. പുത്തമ്മണ്ടി അത്തിയുടെ സ്വന്തം വണ്ടിയാ. നീ എപ്പോ പോയി ഒപ്പിച്ചത്? അത് ഞങ്ങളെല്ലാം കൂടെ ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു. നീ ഇതിനകത്ത് കയ്യല്ലേ? ഞാനും പറയത്തില്ലെന്ന് വെച്ച് എൻ്റെ മോൻ എന്നോട് ഓർമ്മ വെച്ച് പറയല്, അത്തയ്ക്ക് നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുഞ്ഞിനെ വരെ അറിയായിരുന്നു. അമ്മയും മക്കളും എല്ലാവരും ഭയങ്കര പ്ലാൻ ചെയ്ത് ഒപ്പിച്ച പരിപാടിയാണ്. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു അല്ലേ? വണ്ടിയുടെ താക്കോലെടുത്ത് മാറ്റി. അതെ അല്ലേ, ഇത് താക്കോൽ ദാനം. അപ്പൊ ഐശ്വര്യമായിട്ട് അതങ്ങോട്ട് പിടിച്ചാട്ടെ. മക്കള്
മക്കളൊരു മുട്ടായി തന്നാലും അത് വലിയൊരു സന്തോഷം തന്നെ അല്ലേ? പക്ഷേ ഇതൊരു വല്ലാത്ത സന്തോഷമായി. കാര്യം എന്നാ അറിയോ, ഈ ഇത്രയും നല്ല ഒരു പുതിയ വണ്ടി, എൻ്റെ എല്ലാം ഞാൻ ഓടിച്ചിരിക്കുന്ന വണ്ടികളെല്ലാം ഒരുമാതിരി ചാറ് വാരിഞ്ഞ വണ്ടിയൊക്കെയാണ്. കാര്യം എന്താ വെച്ചാൽ അതൊക്കെ ചെറിയ പൈസക്കൊക്കെയാണ് അന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുത്തൻ വണ്ടി എടുക്കാൻ എൻ്റെ മനസ്സിൽ പോലും പ്ലാനില്ല, ഒക്കെ ഇവൻ്റെ പരിപാടിയായിരുന്നു. അപ്പം താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? സ്വന്തം കാശ് കൊണ്ട് അവൻ മേടിച്ചു കൊടുത്തതാണ്. അല്ല, അത്തി ഒരു പുതിയ വണ്ടി ഡിസർവ് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട്. കാര്യം എത്രയോ വർഷമായെന്നറിയോ പഴയ വണ്ടി ഉപയോഗിച്ച് ഇരിക്കുന്നത്. ഇപ്പോൾ എത്ര വട്ടം ആ വണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പഞ്ചറാകുകയും അതുപോലെ. ഞങ്ങളൊരു വണ്ടി മേടിച്ചു. അത്തിയുടെ പഴയ വണ്ടി കാണിച്ചു തരാവേ. ഇതാ കിടക്കുന്നത്, ഇതാണ് അത്തിയുടെ പഴയ വണ്ടി. അത്തി പറഞ്ഞത് ഈ വണ്ടിയെക്കുറിച്ച് അത്തിയുടെ ഓർമ്മകൾ പറയൂ. 15 വർഷം ആയ വണ്ടിയാണിത്. അപ്പം നമുക്കറിയാമല്ലോ, ഇതേപോലത്തെ വണ്ടികളൊക്കെ ഇനി കണ്ടം ചെയ്യാൻ സമയമായി. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകുമ്പോഴാണ്, അന്നപ്പോഴാണ് ഇത് സ്റ്റാർട്ടാകത്തില്ല. കടന്ന് അടിച്ചടിച്ചടിച്ച് പിന്നെ ഇത് തള്ളി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ഈ വണ്ടിയായിട്ട് ഞാൻ ഒരുപാട് പോകുന്ന വഴിക്ക് അത്യാവശ്യത്തിന് പോകുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാകാത്തത്. ബാറ്ററിയൊക്കെ നല്ല, പക്ഷേ എന്നാലും സ്റ്റാർട്ടാകത്തില്ല. പിന്നെ അത് അതിൻ്റെ എല്ലാം അഴിച്ച് കാർ മാറ്റി ക്ലീൻ ചെയ്ത് പിന്നെ കയറ്റി അത് കഴിഞ്ഞ് പിസ്റ്റം പോയി, അങ്ങനെ പല പരിപാടിയും ചെയ്ത വണ്ടിയായത്. എന്നാലും ഇത് ഇപ്പം മാർക്കറ്റിലൊക്കെ പോയി സാധനം എടുക്കാനും അതിനൊക്കെ ഈ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പുത്തൻ വണ്ടി എടുക്കണം എന്നുള്ള പ്ലാനേ ഇല്ലായിരുന്നു കേട്ടോ, എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. ഇത് ഓടുന്ന കാലം വരെ ഓടട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും എൻ്റെ മകൻ എന്നെ കടത്തി വെട്ടി. അപ്പോൾ എന്നാലും ഞാനിത് കളയത്തൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ ഒന്ന് വിരുന്ന് പോകണമെങ്കിൽ മറ്റേതിനൊക്കെ അത് നല്ല വണ്ടിയാണ്. പുത്തൻ വണ്ടിയിലൊക്കെ ചെല്ലുന്നതിൻ്റെ ഒരു ഗമയൊന്നും വേറെ അല്ലേ? വണ്ടി ഒന്ന് ഓടിച്ചേക്ക്, ഞങ്ങളതൊന്ന് കാണണ്ടേ, എല്ലാവരും കാണട്ടെ. ശമല വാ, ശമല ശമല ബാ ബാ. ആ ശമലക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? ആ കയറ, ആ കയറ, മറിച്ച് വീടല്ലേ കയറ. ആ എന്നെ മറിച്ച് വിടല്ലേ. ശമലയുടെ പരിപാടി എന്നാന്നറിയോ, ഈ സൈഡിലോട്ട് അങ്ങ് ബലം കൊടുത്ത് മൊത്തം ബലം കൊടുത്ത് ഇങ്ങോട്ട് കയറും. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. ഞാൻ പറഞ്ഞല്ലോ ഇതേലും ഞെക്കിയാൽ മാത്രമേ, കൈ കൊടുക്കല്ലേ, ഞെക്കിയാൽ മാത്രം മതിയേ. കൈ ഒന്ന് ഞെക്കിക്ക്, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ സ്റ്റാർട്ടാക്ക്, ഓഫ് ആക്കിയിട്ട് ഇത് ചുമ്മാ ഞെക്കിയാൽ മതി. ഓണാക്കണ്ട, ഇനി അതേ ഞെക്കിയാൽ എങ്ങനെയുണ്ട്? ശമലക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മളെ റോഡിലല്ല, വീടിൻ്റെ തിന്നത്തിൻ്റെ കേട്ടോ. റോഡിൽ പോയാൽ ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് പോകണം നമ്മൾ. ഹായ്. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നി. അതിന് മറ്റേന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഇതുണ്ട്, കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്ന എല്ലാത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടല്ലേ. ആണോ? ഇതെന്താ എന്തായാലും ഒരു കാര്യം ചെയ്തു, ആ ഓടി നമുക്ക് നേരെ കുളു വഴി മണാലിലോട്ട് പോയാലോ എന്നാ? അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു അതിഥിയും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് അത്തേക്ക് ഇങ്ങനെ ഒരെണ്ണം മേടിച്ച് കൊടുക്കുക. അതിന് കാരണക്കാരായി നിങ്ങൾ തന്നെ കേട്ടോ. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന തുക ഒക്കെ ശേഖരിച്ച് സേവ് ചെയ്തൊക്കെയാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത്. അപ്പോൾ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്കിങ്ങനെ അത്തേക്ക് മേടിച്ച് കൊടുക്കാൻ കഴിഞ്ഞ് ഒത്തിരി സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നു. അത്തേക്ക് എന്ത് തോന്നുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കുട്ടികളൊക്കെ ആരെങ്കിലും ഒരു മുട്ടായി തന്നാലും അത് വളരെ സ്നേഹത്തോടെ മേടിച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുമുണ്ട്.
പിന്നെ വേറെ ആരുണ്ട്, ഇതൊരു ബമ്പർ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയൊരു സമ്മാനം എനിക്ക് മേടിച്ച് തരും എന്ന് ഞാൻ കരുതിയേ ഇല്ല. ഒക്കെ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നത്. ഇപ്പോഴത് പൊട്ടിച്ചെടുത്ത്. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഏതായാലും വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ ഹാപ്പി റൈഡിങ്. അളിയനും കൂടെ പ്ലാൻ ചെയ്ത് നമുക്കൊരു ഗിഫ്റ്റ് മേടിച്ച് തന്ന്. ഞെട്ടിയോ? ഏതായാലും മക്കള് പിന്നെ നെട്ടായിരിക്കും. മക്കള് നല്ല സ്നേഹമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെ എല്ലാ വീടുകളും സംഭവിക്കും. അതുകൊണ്ട് എല്ലാവരോടും മക്കളോടൊക്കെ ഞാൻ നന്ദി പറയേണ്ട, മാതാപിതാക്കൾ മക്കളോട് നന്ദി പറയേണ്ട കാര്യം. മാത്രം മതി. അവരുടെ ഒരു അവകാശമായിട്ടത് തന്നു, ഞാനത് സ്വീകരിക്കുന്നു. ഇനിയിപ്പം ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ഇതല്ലൊരു പോക്ക് പോകും. ഏതായാലും കൊള്ളാം, നല്ല അടിപൊളി ഒരു സമ്മാനമായി. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, സ്നേഹം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ. ബൈ.